ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോഗ്. അപ്പോൾ ഇന്ന് കത്തിരിക്ക കൊണ്ട് നല്ലൊരു അടിപൊളി ഒരു പെരട്ടാണ് കേട്ടോ. നമ്മൾ കത്തിരിക്ക പെരട്ടാണ്, ഒരു സൂപ്പർ റെസിപ്പിയാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാനും പറ്റില്ല. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾ കത്തിരിക്ക കിട്ടിയാൽ ഇതേപോലെ ഒരു അടിപൊളി പെരട്ടെ നിങ്ങൾ തയ്യാറാക്കുള്ളൂ കേട്ടോ. അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റാണ്, ചെയ്യാനും സിമ്പിളാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈ കറി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു 4 കത്തിരിക്കോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇതേപോലെ നല്ലോണം ഒന്ന് കഴുകിയതിന് ശേഷം ഈ സൈസിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാമേ. കണ്ടല്ലോ, അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാമേ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ കുറച്ച് ഉപ്പ് ഇപ്പം നമ്മൾ കത്തിരിക്കയ്ക്ക് വേകാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ മതിയാവും കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനെല്ലാം കൂടെ ചേർത്ത് നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയെല്ലാം ആ കത്തിരിക്കയിലോട്ട് നല്ലോണം ഒന്ന് പിടിച്ച് കിട്ടണം. അപ്പോൾ ആ കണക്കിന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. അപ്പോൾ അതിന് വേണ്ടി ഇതാ ഒരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ കത്തിരിക്ക ഇട്ടൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ 2 സ്റ്റെപ്പായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരുമിച്ച് കൊള്ളാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ 2ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ 2ആയിട്ട് ഞാൻ ഇവിടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് ചെറുതായിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കുക. അങ്ങനെ ഒന്ന് ഹൈ ഫ്ലെയിം മീഡിയം ഫ്ലെയിം അങ്ങനെ മാറ്റിയിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ കത്തിരിക്കയൊക്കെ നല്ലോണം ഒന്ന് വെന്ത് കിട്ടും. ഈ ഫ്രൈ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പം ഇത് തന്നെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് 2 സൈഡും ഒന്ന് മുരിഞ്ഞു വന്ന സമയത്ത് നമുക്കിത് മാറ്റാം കേട്ടോ. അതേപോലെ ബാക്കിയുള്ളതും ഇതേപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാമേ. അപ്പോൾ കത്തിരിക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിങ്ങനെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പോൾ നമുക്കിത് നല്ലൊരു പെരട്ട് കറിയാക്കി തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി അതേ സെയിം പാൻ തന്നെ വെച്ച് അതിൽ എണ്ണയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയുണ്ട് കേട്ടോ. ആ എണ്ണയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതും കൂടെ ഒന്ന് പൊട്ടിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ് കേട്ടോ. അത് നമുക്ക് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാമേ. അതെല്ലാം ഇട്ടതിന് ശേഷം ഇനി ഒരു 10-15ഓളം ചെറിയ ഉള്ളിയുണ്ട് കേട്ടോ. അത് നല്ലോണം അതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് തന്നെ നമുക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ കത്തിരിക്ക വേവിച്ച സമയത്ത് ഉപ്പിട്ടിരുന്നു. ഇനി നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഈ സമയം അങ്ങ് ഇട്ട് കൊടുക്കാമേ. ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് മുളകിൻ്റെയൊക്കെ പച്ച ചുവയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി നമ്മൾ കുതിരാനായിട്ട് ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാമേ. ഒഴിച്ചു കൊടുത്ത് നമുക്ക് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കത്തിരിക്ക നമുക്ക് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാമേ. കത്തിരിക്ക ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ആ പുളിവെള്ളമൊക്കെ നല്ലോണം ഇതിലോട്ട് കത്തിരിക്കയിൽ ഒന്ന് പിടിച്ച് ആ എണ്ണ ഒന്ന് തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസ്റ്റ് ആയിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടല്ലോ, സൂപ്പറാണ് കേട്ടോ. കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കൂ.